മുഖത്തടിച്ച സിഐക്കെതിരെ ഓട്ടോ ഡ്രൈവർ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ ഡിവൈഎസ്പി. ഇടുക്കി കൂട്ടാറിലെ മുരളീധരൻ ആണ് പരാതി നൽകിയത്. കഴിഞ്ഞ ഡിസംബർ 31-ന് ന്യൂ ഇയർ ആഘോഷത്തിനിടെയാണ് മുരളീധരന് നേരെയുണ്ടായ അതിക്രമം. പരിക്കേറ്റ മുരളീധരന്റെ ആശുപത്രി ചെലവ് വഹിക്കാമെന്ന് ഉറപ്പു നൽകി പോലീസ് ഉദ്യോഗസ്ഥർ ഒത്തുതീർപ്പിന് ശ്രമിച്ചു. സിഐ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സംഭവത്തിൽ ഇടുക്കി എസ്പി റിപ്പോർട്ട് തേടി. പ്രിൻസ് ജെയിംസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രിൻസ്, പുതുവത്സര ദിനത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വാർത്ത പുറത്തു വന്നപ്പോഴാണോ പോലീസ് ഇടപെടുന്നത്? അഭിലാഷ്, തീർച്ചയായും വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് ഇടുക്കി എസ്പി ഇപ്പോൾ ASPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് ലഭ്യമായാൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് SP അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം നടന്നത് ഡിസംബർ 31 രാത്രിയിലാണ്. ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി ഈ മേഖലയിൽ ഒത്തുചേർന്നായിരുന്നു നാട്ടുകാർ. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ പ്രദേശത്തുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഈ സമയത്ത് കമ്പംമെട്ട് പോലീസ് ഇവിടേക്ക് എത്തുകയും ഇവരോട് കയറിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഈ മർദ്ദനം ഉണ്ടാകുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെ തള്ളുന്നൊരു സാഹചര്യമുണ്ടായി. തുടർന്ന് മുരളീധരന്റെ മുഖത്തടിക്കുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് ശേഷം ഈ മുരളീധരന്റെ പല്ലിന് പൊട്ടലുണ്ടായിരുന്നു. ഇതിന് ചികിത്സ ആവശ്യമായ പണം പോലീസ് മുടക്കുമെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ അറിയിച്ചു. എന്നാൽ ഇതേ തുടർന്നാണ് മുരളീധരൻ അന്നേ ദിവസം പരാതിയുമായി മുമ്പോട്ട് പോകാതിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ പണം മുടക്കുന്ന നടപടി പോലും പോലീസ് സ്വീകരിച്ചില്ല. തുടർന്ന് ഡിവൈഎസ്പിക്ക് പരാതി സമർപ്പിച്ചെങ്കിലും അത്തരത്തിലും തുടർന്ന് നടപടികൾ ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ASPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ലഭ്യമാകുന്ന ഉടനെ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് SP അറിയിച്ചിരിക്കുന്നത്. അഭിലാഷ്, യെസ്, ഇതിലിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പോലീസിന്റെ മർദ്ദന രീതി എന്നത്. മുഖത്തടിക്കുന്നു എന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാം. മുഖത്തടിച്ച് അയാൾ താഴെ വീണു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് 2-3 പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് എന്തിനായിരുന്നു ഇത്തരത്തിൽ, അതായത് ഈ മുഖത്തടിച്ച് ഇവരെ അവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോലീസ് എത്തിയത് എന്തിനായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്? അഭിലാഷ്, ഈ ഡിസംബർ 31-ാം തീയതി രാത്രി ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ചിലർ റോഡിൽ ബഹളം വെക്കുകയും മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയും ചെയ്തതായി വാഹനയാത്രികരായ ചിലർ പരാതി പറഞ്ഞിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഈ സംഭവത്തെ തുടർന്ന് ഇത് അന്വേഷിക്കാനാണ് പോലീസ് എത്തിയത്. ഇതേ തുടർന്ന് ഇവരോട് ഈ മേഖലയിൽ ഉണ്ടായിരുന്നവരോട് ചോദ്യം ചെയ്യുകയായിരുന്നു. എന്നാൽ മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നത് മുരളീധരൻ ഒന്നും പടക്കം പൊട്ടിച്ചിട്ട് പോലുമില്ല. ഇവർ ഈ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഈ വിവരം പോലീസിനും അറിയാവുന്നതാണ്. അങ്ങനെ അവര് നിന്നെങ്കിൽ പോലും ഈ തുടർന്ന് ഈ മുരളീധരൻ അടക്കമുള്ളവർ ഈ പോലീസ് മർദ്ദനം നടത്തിയവരൊക്കെ ഇവിടെ ബന്ധത്തിലുള്ളവരായിരുന്നു. അവർക്ക് നേരെയാണ് പോലീസ് മർദ്ദനം അഴിച്ചുവിട്ടതെന്നും ഒപ്പം ഇവരോട് കയറി പോകാൻ ആവശ്യപ്പെട്ടു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസിന്റെ ഒരു വിശദീകരണം, നാട്ടുകാരിൽ വാഹനയാത്രക്കാരിൽ ചിലർ പരാതി സമർപ്പിച്ചിരുന്നു, പരാതി അറിയിച്ചിരുന്നു. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണവുമായി എത്തുകയും ഇങ്ങനെ സംഭവം ഉണ്ടായെന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത്. അഭിലാഷ്, അതായത് ഈ പുതുവത്സര ദിവസം ആണ്, പുതുവത്സര തലേന്നാണ്, പലയിടങ്ങളിലും സംഘർഷ സാധ്യതകളൊക്കെ ഉണ്ട്. അത്തരം സംഘർഷ സാധ്യതകൾ ഉള്ളപ്പോൾ പോലീസിന് ആ വിഷയത്തിലൊക്കെ ഇടപെടാനും സാധിക്കും. എന്നാൽ ഇവിടെ ഇപ്പോൾ എന്തായിരുന്നു, അതായത് ഇങ്ങനെ 2-3 പേർ കൂടി നിൽക്കുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷമോ പ്രശ്നമോ ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നോ? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് അറിയുന്ന അത്ര വലിയൊരു സംഘർഷ സാധ്യത ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ഒത്തുചേർത്തിരുന്നു, പടക്കം പൊട്ടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇതുവഴി കടന്നുപോയ യാത്രികർ ഈ റോഡിന് സമീപത്ത് നിന്ന് ചിലർ ബഹളം വെക്കുന്നതും ഒക്കെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇത് അന്വേഷിക്കാൻ എത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും
മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നത് മുരളീധരനെ പോലും അവിടെ നിന്ന സാധാരണ പലരും പടക്കം പൊട്ടിച്ചിരുന്നില്ല. എന്നാൽ ചെറുപ്പക്കാരായ ചിലർ പടക്കം പൊട്ടിച്ചിരുന്നു. എങ്കിലും ഒരു വലിയ തോതിലുള്ള ഒരു ആഘോഷ പരിപാടികളും ഒന്നും അവിടെ സംഘടിപ്പിച്ചിരുന്നില്ല എന്നും ഇവർ പറയുന്നു. സാധാരണഗതിയിൽ നാട്ടുകാരൊക്കെ ചേർന്ന് നടത്തുന്ന ചെറിയ തോതിലുള്ള ആഘോഷ പരിപാടികൾക്കാണ് നടത്തുന്നത്. പ്രത്യേകിച്ചും ഒരു ഗ്രാമീണ മേഖലയാണ്. വലിയ തോതിൽ വലിയ ജനക്കൂട്ടമോ വലിയ സാഹചര്യങ്ങളോ ഉള്ള ഒരു പ്രദേശമൊന്നുമല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാറുമില്ല. അങ്ങനെയാണ് ഈ സംഭവ സമയത്ത് പോലീസ് എത്തുകയും ഈ വിഷയത്തിൽ മദ്യപിച്ച് അവർ ബഹളം വെക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ആ ഒരു പരാമർശങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് ഇതിലൂടെ കയറി പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ നാട്ടുകാരിലെ നേരെ ഇവർ ആക്രമിക്കാൻ അല്ലെങ്കിൽ അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ഇപ്പം പലരെയും തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും മുരളീധരനെ മർദ്ദിക്കുകയും ചെയ്തു. എന്തായാലും മുരളീധരന്റെ സംഭവത്തിൽ പല്ലിന് ഒടിവ് പറ്റിയിരുന്നു. അയാൾ തുടർന്ന് ചികിത്സ തരികയും ചെയ്തിട്ടുണ്ട്. ഈ പണം നൽകാം എന്ന് തന്നെ പോലീസ് തുടർന്ന് ഇയാളെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതുപോലും ഉണ്ടാകാത്തൊരു സാഹചര്യമാണ്. ഇതുമായിട്ടും ഈ ചികിത്സാ ചെലവിനുള്ള പണം പോലും നൽകാൻ തയ്യാറായില്ല. അതായത് മുരളീധരൻ തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത്. പണം നൽകാമെന്നുള്ള തരത്തിലുള്ള ഒരു നടപടി അന്ന് ഉണ്ടായിരുന്നു. എന്തായാലും അതും സ്വീകരിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നാണ് ഡിവൈഎസ്പിക്ക് പരാതി സമർപ്പിക്കുകയും തുടർന്ന് വാർത്ത പുറത്തുവന്നതോടെ എന്തായാലും SP ഈ സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അഭിലാഷ്, ഈ മുരളീധരന്റെ പരുക്ക് പ്രിൻസ് പറയുന്നത് പോലെ മുരളീധരന്റെ പരുക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണല്ലോ, വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ ചികിത്സാ ചെലവ് വഹിക്കാമെന്നും വ്യക്തമാക്കിയത്. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പോലീസിന് തന്നെ പ്രാഥമികമായി അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ നടപടി തെറ്റായിപ്പോയി എന്ന് ബോധ്യപ്പെടുന്നു. രണ്ട്, ഈ പരുക്ക് എത്രത്തോളം ഗുരുതരമായ പരുക്കാണ് ഉണ്ടായത്? അഭിലാഷ്, ഇയാളുടെ പല്ലിനാണ് പരിക്കുണ്ടായത്. പല്ല് പൊട്ടലുണ്ടാവുകയും തുടർന്ന് ഇവിടുത്തെ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ചികിത്സ നേടുകയും ചെയ്തു. അതിനുള്ള ചികിത്സകളൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ തോതിലുള്ളൊരു പരിക്കുണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈ മർദ്ദനത്തോട് തുടർന്ന് ഒപ്പം താഴെ വിടുകയും തുടർന്നാണ് ഈ ഒരു പരിക്കുണ്ടാകുകയും പല്ല് ഒടിയുകയും ചെയ്തത്. പല്ല് ഒടിഞ്ഞതിനുള്ള ചികിത്സ തേടുകയും ചെയ്തു. എന്തായാലും ഈ വിഷയത്തിൽ മുരളീധരൻ പടക്കം പൊട്ടിച്ചിട്ടില്ല. ശരി, ഞാനിപ്പോൾ തിരികെ തണ്ടീൻ